എരഞ്ഞിപ്പാലത്ത് യുവതിയെ കൊന്ന കേസിലെ പ്രതി സനൂഫിനെ പോലീസ് പിടികൂടിയത് പഴുതടച്ച അന്വേഷണത്തിലൂടെയാണ്. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തും രൂപമാറ്റം വരുത്തിയും പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിവിദഗ്ധമായി പിടികൂടുകയായിരുന്നു. കേരള പോലീസിന്റെ അന്വേഷണ മികവിന് മറ്റൊരു ഉദാഹരണം കൂടിയായി മാറി എരഞ്ഞിപ്പാലം കൊലപാതക കേസ്. കോഴിക്കോട് നഗരമധ്യത്തിൽ യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെട്ട പ്രതി അബ്ദുൾ സനൂഫിനെ പിടികൂടാൻ പോലീസിന് വേണ്ടി വന്നത് 3 ദിവസം മാത്രം. എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ വെട്ടത്തറ സ്വദേശി ഫസീലയുടെ മൃതദേഹം കണ്ടപ്പോൾ ആദ്യം ആത്മഹത്യയെന്നാണ് കരുതിയത്. എന്നാൽ കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് സനൂഫാണ് കുറ്റവാളിയെന്ന് മനസ്സിലാക്കിയതോടെ പ്രതിയെ പിടികൂടാൻ കോഴിക്കോട് സിറ്റി പോലീസ് ഓപ്പറേഷൻ നവംബർ പദ്ധതി തയ്യാറാക്കി. കമ്മീഷണർ ടി നാരായണന്റെ കീഴിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ 3 സംഘങ്ങളായിട്ടായിരുന്നു അന്വേഷണം. പ്രതി അബ്ദുൾ സനൂഫ് പാലക്കാട് കാർ ഉപേക്ഷിച്ച ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോലീസിനെ കുഴപ്പിച്ചു. തുടർന്ന് കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി വ്യാപിപ്പിച്ച അന്വേഷണം ഏകോപിപ്പിച്ചത് ഓപ്പറേഷൻ നവംബർ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പായിരുന്നു. മലപ്പുറം, പാലക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ രഹസ്യാന്വേഷണം നടത്തിയും CCTV പരിശോധിച്ചും വിവരങ്ങൾ ശേഖരിച്ചു. നിരന്തരമായിട്ട് വസ്ത്രങ്ങൾ ഓരോ സ്ഥലത്തും മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഷർട്ടിന്റെ കളറോ മറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്യാമറയുടെ ഇതിൽ നിന്ന് പോലീസ് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല, നേരത്തെ ഇദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന 4ഓളം നമ്പറുകൾ, പോലീസ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറുകൾ, ഈ നമ്പറുകളെല്ലാം തന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതൊന്നും ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. കൊല നടന്നതിന്റെ പിറ്റേന്ന് പാലക്കാട് കണ്ടെത്തിയ കാറാണ് ആദ്യ സൂചന നൽകിയത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതി ടൗൺ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകുന്നതായി മനസ്സിലാക്കി. കൊലയ്ക്ക് ശേഷം വസ്ത്രം മാറ്റിയും മീശ വടിച്ചും രൂപം മാറി പ്രതി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായി കണ്ടെത്തി. പ്രതിയായിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കെതിരെ ഈ സ്ത്രീ നേരത്തെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ ഒരു റേപ്പ് പ്ലസ് IT ആക്ട് ആയിട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്തു. അതിൽ 83 ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത ആൾ റിമാൻഡിൽ കിടന്നതാണ്. അതിൻ്റെ ഒരു പ്രതികാരമാണ് പ്രധാനമായിട്ട് ഇവരെ കൊല ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനായിട്ട് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. കർണാടകയിൽ നിന്ന് 2 തവണ ലഭിച്ച മൊബൈൽ ലൊക്കേഷന്റെ സമയം പാലക്കാട് ബാംഗ്ലൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനിന്റെ സമയവുമായി ഒത്തുനോക്കിയതോടെ യാത്ര ബാംഗ്ലൂർക്കാണെന്ന നിഗമനത്തിലെത്തി. തുടർന്ന് നടക്കാവ് SI ബിനു മോഹന്റെ നേതൃത്വത്തിൽ 2 ടീമുകൾ ബാംഗ്ലൂരിലെത്തി. പോലീസ് ബാംഗ്ലൂരിലുണ്ടെന്നറിഞ്ഞ പ്രതി ഫോൺ പ്രവർത്തിപ്പിക്കാതെ വൈഫൈ ഉപയോഗിച്ചും വാട്സ്ആപ്പ് കോൾ ചെയ്തുമാണ് കാര്യങ്ങൾ അറിഞ്ഞിരുന്നത്. ബാംഗ്ലൂരിൽ മുറിയെടുത്ത് TV വാർത്തകൾ കണ്ട് അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം നിരീക്ഷിച്ചു. തന്റെ ഫോട്ടോ പതിച്ച ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത് കണ്ടതോടെ ആരെങ്കിലും തിരിച്ചറിയുമെന്ന് ഭയന്ന് തമിഴ്നാട്ടിലേക്ക് കടന്നു. ദക്ഷിണ കന്നഡ സ്വദേശിയായ ചൌഡ ഗൌഡ എന്നയാളുടെ സിം സംഘടിപ്പിച്ച് തമിഴ്നാട്ടിലേക്ക് നീങ്ങിയ പ്രതി ചെന്നൈ ആവടിയിലെ ഹോട്ടലുമായി ബന്ധപ്പെട്ടത് പോലീസ് കണ്ടെത്തി. ഗൂഗിൾ വഴി ഹോട്ടലിനെ കുറിച്ച് സകല വിവരവും ശേഖരിച്ചു. പോലീസ് സംഘം ഹോട്ടൽ വളഞ്ഞപ്പോൾ സനൂഫ് മുറിയിലെ TVയിൽ ക്രൈം വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രക്ഷപ്പെടാൻ ഒരു പഴുതുപോലും നൽകാതെ സനൂഫിനെ അന്വേഷണ സംഘം പിടികൂടി. പിന്നാലെ സനൂഫ് പോലീസിനോട് കുറ്റസമ്മതം നടത്തി. മരിച്ച ഫസീല ഒറ്റപ്പാലത്ത് തനിക്കെതിരെ ബലാത്സംഗ കേസ് നൽകിയതും 2.5 മാസം റിമാൻഡിലായതുമാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത്. കേസ് പറഞ്ഞു തീർത്ത് കരാർ എഴുതണമെന്നും പറഞ്ഞാണ് സനൂഫ് യുവതിയെ മുറിയിലേക്ക് കൊണ്ടുപോയത്. തുടർന്ന് യുവതിയുമായി വാക്കുതർക്കമുണ്ടാവുകയും മുഖത്ത് അമർത്തി ശ്വാസം മുട്ടിച്ച് കൊല്ലുകയുമായിരുന്നു. കോഴിക്കോട് ടൗൺ ACP അഷ്റഫിന്റെ മേൽനോട്ടത്തിൽ നടക്കാവ് ഇൻസ്പെക്ടർ N പ്രജീഷിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ന്യൂസ് മലയാളം, കോഴിക്കോട്.